കുറച്ച് കാലങ്ങളായിട്ട് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു. കിച്ചു ഭയങ്കര സ്നേഹത്തോടെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കും. ആദ്യം അവനാണ് എന്നെ വിളിച്ചത്. ആ കുട്ടീനെ എനിക്ക് എന്താ പറയാ, ആ ഒരു അമ്മ എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. എന്നെ അമ്മ എന്ന് പറഞ്ഞ സത്യമുണ്ട്. അതെ അതെ, അന്ന് എന്റെ ഋതപ്പൻ വിളിക്കുന്നതിനേക്കാൾ എന്റെ കിച്ചുവാണ് എന്നെ അമ്മ എന്ന് വിളിച്ചത്. അതൊക്കെ അന്ന്. അമ്മ എന്ന വാക്കിന് അർത്ഥമുണ്ടെന്ന് പറയുന്നത് ആരാണ്? രേഷ്മ പി തങ്കച്ചൻ. മറന്നുപോയി. എന്നാൽ അമ്മ എന്ന വാക്കിന് വല്ല അർത്ഥം കൽപ്പിക്കുന്ന ആളാണോ നിങ്ങൾ? അല്ല, അതിപ്പോ തെളിഞ്ഞു വരികയാണ്. സോ എന്തായാലും വീഡിയോയുടെ ടൈറ്റിൽ ഒന്ന് വായിച്ചു നോക്കാം. കിച്ചുവിന് രേണു കൊടുത്തത് കോടികൾ. കോടികളോ? അടുത്ത് കിച്ചു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടു. കിച്ചുവും പുറത്തുവിട്ടു. രേണു പി തങ്കച്ചൻ, രേഷ്മ പി തങ്കച്ചൻ എന്തായാലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയോ ഊട്ടുബസിന്റെ കൊടുത്തു അവര് വീഡിയോ ചെയ്യുന്നത് കണ്ടു. കിച്ചുവും പുറത്തു വിട്ടോ. ഓക്കെ, കൊള്ളാം, അടിപൊളി. അതേപോലെ തന്നെ തംബ്നെയിൽ കിച്ചുവിന് രേണു കൊടുത്ത കോടികൾ കാര്യമറിയാതെ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കിച്ചുവിന് വേണ്ടി. അതൊന്ന് വർത്താനോ? കിച്ചു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പുറത്തു. ഓക്കെ, ബാക്കി വീഡിയോ കണ്ടു നോക്കാം. എന്തൊക്കെയോ പറയുന്നുണ്ട് വീഡിയോയിൽ. ആ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും കുറച്ച് മെഴുകുകളൊക്കെ കാണാനായിട്ടുണ്ട്. അത് മാത്രമല്ല, കോടിക്കണക്കിന് രൂപ കിച്ചുവിന്റെ അക്കൗണ്ടിലേക്ക് തള്ളിവിട്ട രേണുവിനെ വെളുപ്പിക്കാനായിട്ട് കുറെ പ്രസ്ഥാനങ്ങൾ. അതെ, ഞാൻ കണ്ട ആ പ്രസ്ഥാനങ്ങളെ ഞാൻ കണ്ടായിരുന്നു. ഊട്ടുബസ് ഇറങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്ന കൊല്ലസുതി മരിച്ച സമയത്ത് അക്കൗണ്ടിൽ വന്ന പൈസ എടുത്ത് തങ്കത്തിന് അത് വന്നോ കൊണ്ടുപോയി എവിടെ പലിശയ്ക്ക് കൊടുത്ത ആ കഥയും പറയാനുണ്ട്. നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. കൂടെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആദ്യം തന്നെ ഈ പറയുന്ന രേണുസുതി വെളുപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓക്കെ, ആരാണ് വെളുപ്പിക്കുന്നത്? സോറി, എപ്പോഴും ഈ രേണുസുതി എന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. രേഷ്മ പി തങ്കച്ചൻ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. പഴയ വീഡിയോകൾ എടുത്തുകൊണ്ടാണ് കിച്ചുവുമായിട്ടുള്ള ആ ഒരു സ്നേഹം കൂട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. എന്തായാലും അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ എന്തായാലും ഒരു കമന്റ് കണ്ടു, കിച്ചുവിന്റെ വീടിന്റെ വാടക കൊടുത്താലും ഇതിൽ കൂടുതൽ വേണമല്ലോ. ശരിയാണ്. രേഷ്മ പി തങ്കച്ചന്റെ കുടുംബവും എല്ലാവരും ആ വീട്ടിലല്ലേ താമസിക്കുന്നത്. എല്ലാവരും പറയുന്നുണ്ട്, വീട് കൊടുത്തവരും പറയുന്നുണ്ട് ആ വീട് കൊടുത്തത് കിച്ചുവിനാണെന്ന്. സോ എന്തായാലും കിച്ചു അവിടെ താമസിക്കുന്നുമില്ല. സോ ഇവർ വാടകയ്ക്ക് താമസിക്കും പോലെയാണ്. അപ്പം വാടകയ്ക്ക് കൊടുത്താൽ ഇതിൽ കൂടുതൽ വരുമല്ലോ എന്നാണ് പറഞ്ഞു വരുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് എനിക്കറിയാം ഭയങ്കര ഇഷ്ടമായിരുന്നു. കിച്ചു ഭയങ്കര സ്നേഹത്തോടെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് സംസാരിക്കും. ആദ്യം അവനാണ് എന്നെ വിളിച്ചത്. ആ കുട്ടീനെ എനിക്ക് എന്താ പറയാ, ആ ഒരു അമ്മ എന്ന് വിളിക്കുന്ന, അമ്മ എന്ന് പറയുന്ന ഒരു സത്യമുണ്ട്. എന്നെ അന്ന് എന്റെ ഋതപ്പൻ വിളിക്കുന്നതിനേക്കാൾ എന്റെ കിച്ചുവാണ് എന്നെ അമ്മ എന്ന് വിളിച്ചത്. ആദ്യം സത്യമാണ്, കിച്ചു ആണ് ആദ്യം ഇവരെ അമ്മ എന്ന് വിളിച്ചത്. ഋതപ്പൻ വിളിക്കുന്നതിന് മുമ്പേ. പിന്നെ ഋതപ്പന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു പറഞ്ഞിട്ടാണല്ലോ ഇവര് ഋതപ്പനെ ഉണ്ടാക്കിയത്. അത് പിന്നത്തെ കാര്യം. പക്ഷേ ഇവിടെ ഇവര് അതൊക്കെ അങ്ങനെയാണോ പറഞ്ഞത് കാര്യം തന്നെയാണ്. ഈ ഋതപ്പൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ കിച്ചു അമ്മ എന്ന് വിളിച്ചിരുന്നു. വിളിക്കാനുണ്ടായ കാരണം എന്താണ്? ഇവര് കിച്ചുവിനെ വീഡിയോ കോൾ വിളിച്ച് മോനെ എങ്ങനെയുണ്ടടാ, ഭക്ഷണം കഴിച്ചോടാ, പഞ്ചാര പാല് മുട്ടായി എന്ന് പറഞ്ഞ പോലെ തന്നെ കൊഞ്ചിച്ചു. കിച്ചുവിന് സ്നേഹം എന്ന് പറയുന്നത് കിട്ടാതിരുന്ന സമയത്ത് ഇവർ ഈ പറയുന്ന കൊല്ലം സുധിയെ സ്വന്തമാക്കണമെന്നുള്ള ഉദ്ദേശം കൊണ്ട് ഈ പറയുന്ന കിച്ചുവിന്റെ അടുത്ത് സ്നേഹം കാണിച്ചു. അത് സത്യം തന്നെയാണ്. ആ കാര്യം സത്യമാണ്. അതെ, കിച്ചു രേണുസുതി സ്വന്തമായി കഴിഞ്ഞപ്പോ സ്നേഹമില്ലാതായി എന്നാണോ പറഞ്ഞു വരുന്നത്? അതുകൊണ്ട് തന്നെ കിച്ചു അമ്മ എന്നുള്ള ആ ഒരു പ്രയോഗം ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ നേർക്ക് ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണ്. ആ ഉപയോഗിച്ച് ഇവർ കൊല്ലം സുധിയെ കല്യാണം കഴിച്ചു. അതെ, കഴിച്ചു കഴിഞ്ഞിട്ടാണ് അവിടെ ട്വിസ്റ്റുകളെല്ലാം ഉണ്ടാകുന്നത്. ഓക്കെ, ബാക്കി പറ ചേച്ചി. ചേച്ചി ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി പഴയ വീഡിയോ ഒക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. ആരാണ് ഇട്ടത്? കിച്ചുവുമായിട്ട് ഞാൻ എന്താ പറയാ, ഭയങ്കര സ്നേഹത്തിലായിരുന്നു. ഞാൻ കോടികൾ അവൻ അയച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെയാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ തള്ള്. 200 ഒക്കെ അയച്ചു കൊടുത്ത് കോടികളാക്കി. ഓക്കെ, കണ്ടു. അതൊരിക്കലും എന്താ പറയാ, നമുക്കൊന്ന് വെറുതെ കിച്ചുവിനെ വിളിച്ചിട്ട് ഇപ്പൊ എല്ലാവരുടെയും ഒരു സംശയം ഉണ്ടല്ലോ കിച്ചു ആയിട്ട്. ഇപ്പൊ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്കൊരു കോൾ ചെയ്യാം. വിളിച്ചിട്ട് പറയൂ, എനിക്ക് എടാ ഇങ്ങനെ ഒരു വെബ് സീരീസ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം
ഒരു മോഡേൺ വേഷമാണ് ചെയ്യുന്നത്, ഞാൻ അത് ചെയ്തോട്ടെ എന്നൊരു പെർമിഷൻ ചോദിച്ചു. എനിക്ക് അതിന് മുമ്പ് പറയണ്ട എന്തായിരിക്കും അവൻ പറയണമെന്നോ ഒന്നും പറയാം. ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തേ, ആ മൈക്കിനോട് ചേർത്ത് വെച്ചാൽ എടുക്കുന്നില്ല. കിച്ചു കിച്ചു അമ്മയാടാ, എവിടാ പൊന്ന? അവൻ ഇതിലൊന്നും ഇടപെടത്തില്ല. കാരണം അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. ഏത് മറ്റേ കഞ്ചാവ് കേസും പറഞ്ഞുകൊണ്ട്. അത് നീ എന്തെങ്കിലും വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്ത് പുറത്തിടുമെന്ന് അവനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൻ ഇതുവരെ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വന്ന് അവന് 20% പറഞ്ഞപ്പോഴത്തേന് കാലിളകിക്കൊണ്ട് പഴയ വീഡിയോ ഒക്കെ, കിച്ചുവുമായിട്ടുള്ള സ്നേഹ വീഡിയോ ഒക്കെ എടുത്തിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ പൊന്നോ എന്നൊക്കെ വിളിക്കുന്നു മീഡിയയുടെ മുമ്പിൽ. പൊന്നോ, 3 വർഷത്തോളം ആ ചെറുക്കൻ ആ റൂമിന്റെ അകത്ത് കിടന്ന് പൊന്നോ അല്ലേ എന്റെ പൊന്നോ, വേറെ രണ്ടർത്ഥമുണ്ട്. അവന് കൊല്ലസൂതി വരുമ്പോ മാത്രമേ ആഹാരം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവള് കൊടുക്കത്തു പോലും ഇല്ലായിരുന്നു, തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു. അങ്ങനെയാണ് ആ ചെറുക്കൻ വഴിതെറ്റിപ്പോയത്. എന്നിട്ടാണ് ഇവള് മാതൃസ്നേഹത്തിന്റെ അങ്ങ് വലിയ അങ്ങ് സ്പീക്കർ ആകുന്നത്. മാതൃസ്നേഹത്തിന്റെ സ്പീക്കർ ആകാൻ പോവുക ഇവള്. എടാ എനിക്കൊരു കാര്യം ചോദിക്കാനായിരുന്നു. എടാ എനിക്കൊരു വെബ് സീരീസ് കിട്ടി, അതിനകത്ത് കുറച്ച് നല്ല അടിപൊളി മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നു, കുഴപ്പമുണ്ടോ നിനക്ക്? ഓക്കേടാ, എനിക്കറിയാം നീ ഇതേ പറയത്തോളെന്ന് അറിയാം. ഓക്കേടാ ശരി, വീട്ടിലോട്ട് വാട്ടോ. ഓക്കെ, എനിക്കറിയാം നീ ഇതേ പറയത്തുള്ളെന്ന്, അതറിയാം. കാരണം അവനോട് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എടാ എന്റെ കാര്യത്തിലൊന്നും നീ ഇടപെടല്ലേ, നീ എനക്കത് ഇടപെടാനുള്ള ഒരു റൈറ്റ്സും ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഥവാ നീ ഇടപെട്ടാൽ നിന്റെ മറ്റേ കഞ്ചാവ് കേസ് എടുത്ത് ഞാൻ വെളിയിലിടും. അതൊക്കെ എന്തുവാണ്, അവളങ്ങനെ പറഞ്ഞോ എന്ന് പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചെറുക്കൻ പറയത്തില്ല, അത് അവൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ കാര്യത്തിൽ ഇടപെടാനും പോത്തില്ല. എന്നിട്ട് മീഡിയയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അണ്ണാ മകൾ ഭയങ്കര ബന്ധമെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളപൂശാനായിട്ട് ഇറങ്ങിയിരിക്കും. അതാണ് ഇതിനകത്തെ ഒരു സത്യം. ഓക്കെ, ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത്. ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചന്റെ കൂട്ടുകാരി ഈ പറയുന്ന രേണുവിനെ വെളുപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് മാതൃസ്നേഹം ഉള്ള ഒരു അമ്മ, ഇവരാണ് നല്ല സ്നേഹമുള്ള ഒരു അമ്മയെന്നാണ് ഈ പറയുന്ന രണ്ട് ചേച്ചി. അതെ, നല്ല സ്നേഹം. ഇവിടെ ഒരു കമന്റ് കണ്ടു, അതൊരു വിഷയം കമന്റ് ആണ്. അമ്മ ഫോൺ വിളിച്ചിട്ട് അമ്മയാടാ എന്ന് പറയുമോ, അമ്മയുടെ നമ്പറും ശബ്ദവും കേട്ടാൽ മോനെ അറിയില്ലേ അമ്മയാണെന്ന്. അതിന്റെ താഴെ റീപ്ലൈ വന്നതാണ്. പറയുന്നത് എന്താണെന്ന് അറിയാമോ? കിച്ചു ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരുപാട് സിം ഉണ്ട് അമ്മയ്ക്ക്, അതുകൊണ്ട് ഏത് നമ്പറിലാണ് വിളിക്കുന്നതെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഹലോടാ അമ്മയാണ്, ഹലോ. എന്തൊക്കെ കാണണം ചേച്ചിമാര് പറയുന്നത്. ആരൊക്കെയാണെന്ന് അറിയാമോ? ശ്രീതുവും അതോടൊപ്പം തന്നെ ഈ സജീനയും. ഇവർ രണ്ടും പറഞ്ഞു വെക്കുന്നത് മാതൃസ്നേഹത്തിന്റെ ഉദാഹരണം ഈ പറയുന്ന രേണുവാണെന്നാണ്. കാരണം അത്രമാത്രം പൈസയാണ് ഈ കിച്ചുവിന് ഇട്ടുകൊടുത്തിരിക്കുന്നത്. ലക്ഷങ്ങളും കോടികളാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത്. അതായത് കിച്ചു ആവശ്യത്തിന് ചോദിക്കുമ്പോൾ മാത്രം വിട്ടുകൊടുക്കുന്ന രേണുചൂതിയെ കുറിച്ചാണ്, അല്ലെ പോട്ടെ, രേഷ്മ പി തങ്കച്ചിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഓക്കെ, സജീന പറഞ്ഞു തുടങ്ങട്ടെ. മദർ തെരേസയെക്കാളും വലിയ ആളാണെന്നാ പറഞ്ഞു വരുന്നത്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള തെളിവുകൾ സഹിതം തന്നെ ആയിരിക്കും. രേണുസുതി ഒന്നും കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. ഈ മാസം 24-ാം തീയതി, 24 ഇത് കണ്ടപ്പോൾ ഞാനും ഞെട്ടിപ്പോയെ. ഇങ്ങനെ ഞാൻ ഇത് മാത്രമല്ല, ഞാൻ രേണുവിന്റെ വീട്ടിൽ ഒരു 3 പ്രാവശ്യത്തോളം പോയിട്ടുണ്ട്. 2 പ്രാവശ്യം പോയത് ബിഷപ്പിന്റെ കേസ് സംബന്ധിച്ചും, അല്ലാതെ 1 പ്രാവശ്യം പോയത് നമ്മുടെ ഈ ചേച്ചിയാണോ വെളുപ്പിക്കുന്ന ചേച്ചി? വർക്കിനെ സംബന്ധിച്ചുമായിട്ട് 3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. ഈ 3 പ്രാവശ്യം ഞങ്ങൾ അവിടെ ചെന്നിരിക്കുന്ന സമയത്ത്, 1 പ്രാവശ്യം ശ്രീതു ഉണ്ടായിരുന്നു. ചെന്നിരിക്കുന്ന സമയത്തൊക്കെ കിച്ചുവിന്റെ ഫോൺ വരും. അപ്പൊ തന്നെ രേണു ഫോൺ എടുക്കും. അമ്മ ചില്ലറ വല്ലതും ഉണ്ടാ? സ്പീക്കറിലായിരിക്കും ഇടുന്നത്. ഞങ്ങൾ കേൾക്കട്ടെന്ന് വിചാരിച്ചോണ്ട് അവള് സ്പീക്കറിൽ തന്നെ ഇടുന്നത്. അമ്മ ചില്ലറ വല്ലതും ഉണ്ടോ? അത് തന്നെ തെണ്ടിത്തരമാണ് ഒരു തള്ള ചെയ്യുന്നത്. അതായത് ഒരു മകൻ അവരുടെ അമ്മയെ വിളിക്കുമ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് മറ്റുള്ളവർ കേട്ടോട്ട് അവൻ പൈസ ചോദിക്കുന്നത് എന്ന് അത് ഒരു കണ്ടന്റ് ആക്കിക്കോട്ടെ, അതായിരിക്കും. അതോ തള്ളി വിടുന്നതാണോ വിടുന്നത്? കാണിക്കുന്നത് തന്നെ തെണ്ടിത്തരം. അതൊരു അമ്മയല്ല. നോട്ട് ദ പോയിന്റ്. മാതൃസ്നേഹത്തിന്റെ വലിയ അങ്ങ് എന്താ പറയാ, ജ്ഞാനപീഠ പുരസ്കാരം മേടിച്ചു നിൽക്കുന്ന രേഷ്മയെ വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സജീന. ഇതാണ് സജീന. ഓക്കെ ഓക്കെ, പൊട്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയാനായിട്ട് നാവ് പോക്കുന്ന സജീന നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. സജീനയ്ക്ക് അണ്ണാക്കിൽ കൊടുക്കുന്നു. ഇനി പറഞ്ഞാട്ടെ, ചേച്ചി പറഞ്ഞാട്ടെ. ചേച്ചി ഭയങ്കര നിലപാടുള്ള ആളാണ്, അതിനെ കുറിച്ചൊക്കെ പറയാം. ഓക്കെ, ബാക്കി ഉണ്ട്. ഇപ്പൊ അയച്ചു തരാം.
ഈ ടോക്കാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാനത് വീഡിയോയിൽ കൊടുത്തേക്കാം. ലാസ്റ്റ് അവൾ അയച്ചിരിക്കുന്നത് 24-ാം തീയതിയാണ്, മാർച്ച് 24. ഇത് ഇന്നത്ര തീയതി 29. അപ്പോൾ 3 ദിവസത്തിന് മുന്നേ വരെയും രേണുസുതിയിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു പരിപാടി ഈ കിച്ചു കാണിച്ചത്. എന്തോ പരിപാടി കാണിച്ച് അവൻ സ്വന്തം ലൈഫ് സ്റ്റോറി പറഞ്ഞതല്ലേ, അതില് രേണുസുതി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ വലുതായിട്ട്. ഇനിയും കുറെ പറയാൻ കിടക്കണം തോന്നുന്നു. അപ്പം അത് എങ്ങനെയാണ്? അതായത് കിച്ചു പൈസ മേടിച്ചെടുത്തതിന് ശേഷമാണ് ഈ പരിപാടി കാണിച്ചതെന്നാണ് പറയുന്നത്. കിച്ചു എന്ത് പരിപാടി കാണിച്ചു? അവന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു. അതിൻ്റെ അകത്ത് അവന് എവിടെ വെച്ചാണ് ഈ ഒരു കഞ്ചാവ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് കടന്നുപോയത് എന്ന് അവൻ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു. അത് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്നവളെ ഈ കൊല്ലം സുധി കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കൊല്ലത്തു നിന്നും കോട്ടയത്തേക്ക് മാറിക്കഴിഞ്ഞപ്പോൾ ഇവനെ ഒരു മുറിയിലാക്കി ഒതുക്കിക്കളഞ്ഞു. ഒതുക്കിക്കളഞ്ഞല്ല, സ്നേഹിക്കുന്ന ഇഷ്ടമല്ലാതായി മാറി. അങ്ങനെ അവൻ ഒതുങ്ങിക്കൂടി. കിച്ചു പറഞ്ഞിട്ടാണ് റിതപ്പനെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ അവനെ ഒതുക്കിക്കളഞ്ഞു. എന്നിട്ട് കൊല്ലം സുധി വരുമ്പം മാത്രം ആഹാരം കിട്ടുകയും ഒരു മുറിക്കകത്ത് കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഗെയിമും കളിച്ചുകൊണ്ടും ഇരിക്കുന്ന ഈ ചെറുക്കന് ആഹാരം കൊടുക്കുന്നത് പോലും സുധി വന്നിട്ടാണ്. അന്നേരമാണ് ഇവൾ വന്നിട്ട് ഈ മെഴുകി അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. എത്ര മെഴുകിയാലും സത്യത്തെ മൂടി വെക്കാൻ കഴിയില്ല. ആ ചെറുക്കൻ വന്ന് പറഞ്ഞത് അവന്റെ അനുഭവങ്ങളാണ്. അതെ അതെ അതെ, അതിന് ഈ പൈസയായിട്ട് ഒരു ബന്ധമില്ല. അനുഭവങ്ങൾക്കും ഈ വന്ന് തള്ളലിനും വ്യത്യാസമുണ്ട്. ഇപ്പൊ രേണുസുതി ഈ രേഷ്മ പി തങ്കച്ചൻ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ തന്നിട്ടല്ലേ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ മാതൃസ്നേഹം നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ. അതെ അതെ, മാതൃസ്നേഹവും തന്നെ അമ്മമാരുടെ അംബാസിഡർ ആക്കാം നമുക്ക് രേണുസുതിയെ ആയിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, കോടികളുടെ കണക്കാണ് ഇനിയും പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് കാണിച്ചത്, എന്താണ് കാണിച്ചതെന്നുള്ളത് ഇപ്പൊ പകൽ പോലെ എല്ലാവർക്കും വ്യക്തവുമായി സ്പഷ്ടമായി. പക്ഷെ അത് നിലനിൽക്കാൻ പോകുന്നില്ല കേട്ടാ. സത്യം ഏതാണെങ്കിലും അതിപ്പോ ചോദിക്കുക, സത്യം ജയിക്കട്ടെ. അത് ഏത് രീതിയിലുള്ള സത്യമാണെങ്കിലും അവിടെ അവന്റെ ഭാഗത്താണ് സത്യമെങ്കിലും ഇവരുടെ ഭാഗത്താണ് സത്യമെങ്കിലും സത്യം ജയിക്കട്ടെ. സത്യം തന്നെ ജയിക്കൂ. തൽക്കാലത്തേക്ക് ഒന്ന് മറച്ചു വെക്കാം. സത്യം തന്നെ ജയിക്കൂ. അതുകൊണ്ടാണ് സത്യം ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യം തന്നെ ജയിക്കൂ. അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ? നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. സത്യമേ ജയിക്കൂ. സത്യം മാത്രമേ ജയിക്കാൻ പറ്റും. എന്തിനെ? സത്യത്തെ. പക്ഷെ അത് നെടുനാളും നിൽക്കില്ല. സത്യം മറന്നേക്ക് പുറത്തു വരിക തന്നെ ചെയ്യും. ഇതുവരെയും ഈ നിമിഷം വരെ അത് തന്നെയാണ് ചരിത്രവും. അയച്ചിരിക്കുന്നതാണ്ട 24, 20 ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ പോയിട്ടുണ്ട്. മാർച്ച് 5-ാം തീയതി 2 പ്രാവശ്യമാണ് അയച്ചിരിക്കുന്നത്. മാർച്ച് ഇതൊക്കെ എന്തിനാണ് കറുപ്പിച്ചേക്കുന്നത്? വെളുപ്പിക്കൂ. 5, 14, 17, 18, 20. നിങ്ങൾ അവരെ വെളുപ്പിക്കാൻ നോക്കുന്നില്ലേ? ഇതും വെളുപ്പിക്കൂ. 20, 24 ദിവസങ്ങൾ അയച്ചിരിക്കുന്നതാ. കണ്ടോ, സൈഡിൽ അയച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, പൈസയുടെ ആ ഒരു ലിസ്റ്റ് മൊത്തത്തിൽ ബ്ലർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കാണിക്കാൻ താല്പര്യമില്ല. അതായത് ഈ പറയുന്ന കിച്ചുവിന് അയച്ചു കൊടുത്ത എമൗണ്ട് മറ്റാരും കാണുന്നത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ കാണിക്കാൻ താല്പര്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടി പുള്ളിക്കാരി എന്ത് ചെയ്തു? അത് മൊത്തം മായച്ചിട്ടാണ് കാണിച്ചത്. ഇത് തന്നെയാണ് മറ്റേ കൂട്ടുകാരിയായിട്ടുള്ള ശ്രീധുവും ചെയ്തിരിക്കുന്നത്. എന്നാൽ പുള്ളിക്കാരി ഇങ്ങനെ മൊബൈൽ പൊക്കി കാണിച്ചതിൻ്റെ അകത്ത് കൃത്യമായിട്ടും കാര്യങ്ങളുണ്ട്. ഇവിടെ കിച്ചുവിന്റെ അനുവാദം പോലും ഇല്ലാതെ രേണു എന്ന് പറയുന്ന ആ അമ്മ എന്ന പറയപ്പെടുന്ന അംബാസഡർ പുള്ളിക്കാരി അയച്ചു കൊടുത്ത സ്ക്രീൻഷോട്ടുകളാണ് ഇത്. അത് കിച്ചുവിന് അയച്ചു കൊടുത്തു എന്ന് പറയുന്നത് കിച്ചുവിന്റെ അനുവാദം പോലും ഇല്ലാതാണ് ഇവരിത് പബ്ലിസിറ്റി ചെയ്തിരിക്കുന്നത്. അതിനി കിച്ചു വന്ന് കാര്യങ്ങൾ പറയും. ഇനി ഇവിടെ ഈ ചേച്ചി ഇത് പൊക്കി കാണിച്ചല്ലോ. ഇനി ചേച്ചി പറഞ്ഞ ആ ഒരു കാര്യമുണ്ട്. അത് നിലപാടാണ് കേട്ടോ. ആ നിലപാട് നിങ്ങളൊന്ന് കേൾക്കണം. അത് കേട്ടിട്ട് വേണം നമുക്ക് ബാക്കി കേൾക്കാൻ. സ്ക്രീൻ റെക്കോർഡ് എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഇട്ടിട്ടല്ല ഞങ്ങൾ ചെയ്യുന്നത്. അമ്മ അതിൽ തന്തയില്ലാത്ത പരിപാടി ഞങ്ങൾ കാണിക്കില്ല. അതെ, അമ്മ അതൊരു തന്തയില്ലാത്ത പരിപാടി കാണിക്കില്ല. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ആ പണി തന്നെ കാണിച്ചു. അപ്പം തന്തയില്ലാത്തവരാണ്. അതായത് സ്ക്രീൻഷോട്ടുകളൊന്നും കൊണ്ടിട്ട് കാണിച്ചുള്ള തന്തയില്ലായ്മ ഞങ്ങൾ കാണിക്കില്ല എന്നാ പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ കാണിച്ചത്? ഈ പറയുന്നതിന് ഈ തന്തയില്ലായ്മയെന്നാണോ അതോ വേറെ എന്തെങ്കിലും ആണോ പറയുന്നത്? എനിക്കറിയാമെന്ന് ചോദിക്കുക. നിങ്ങൾ തന്നെയാണ് ഇപ്പോ ഈ രേണു തന്ന സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചുകൊണ്ട് പറയുന്നത്. അവിടെ ഇങ്ങനെ നിങ്ങൾ എടുത്ത് കാണിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇച്ചൂടെ ഒന്ന് പറ, എന്നിട്ട് ഞാൻ പറയാം. ഞാൻ അതിനകത്ത് കൊടുക്കാം. അതൊന്ന് പിന്നെ
പിന്നെ വേറെന്തോ പറഞ്ഞ നിലപാടുക രാജകുമാരിയാണോ ഇതും? പിന്നെ കിച്ചു അപ്പൊ ഇവര് ആ ഒരു സ്ക്രീൻഷോട്ട് എന്തായാലും ഇങ്ങനെ വെച്ച് കാണിച്ചല്ലോ. അതിനകത്ത് വന്നിരിക്കുന്ന കോടികളുടെ കണക്ക് നിങ്ങളൊന്നും കാണാതെ പോകരുത്. അതിനകത്ത് വന്നിരിക്കുന്ന കോടികളുടെ കണക്ക് ഇത്രയുമാണ്. അതായത് 24-ാം തീയതി അയച്ചു കൊടുത്തത് ഒരു 500 രൂപ, 20-ാം തീയതി 500 രൂപ, 18-ാം തീയതി 250, 17-ാം തീയതി 200, 14-ാം തീയതി 200, 5-ാം തീയതി 300. ഇതാണ് അവര് കാണിച്ചു തന്നിരിക്കുന്നത്. ദാ കണ്ടോ കോടികളുടെ കണക്ക്. കിച്ചുവിന് അയച്ചു കൊടുത്ത കോടികളുടെ കണക്കാണ് എടുത്തു കാണിച്ചിരിക്കുന്നത്. കിച്ചു ചോദിച്ചപ്പോൾ കൊടുത്തത്, അതല്ലാതെ ഇഷ്ടം കൊണ്ട് 2000-ഓ 3000-ഓ 4000-ഓ ഒന്നും കൊടുത്തതല്ല. അതൊക്കെയാണ് കൊടുത്തിരുന്നെങ്കിൽ ഇവരൊരിക്കലും ഹൈഡ് ചെയ്യത്തില്ലായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്തു? ഇവര് ചെറിയ ചെറിയ തുക ആയതുകൊണ്ട് തന്നെ ഹൈഡ് ചെയ്ത് കാണിച്ചിട്ട് അമ്മയുടെ മാതൃസ്നേഹം കണ്ടോ, ഇത്രയൊക്കെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത്. അതെ, ഒരു ദിവസം പോലും തിരിഞ്ഞു നോക്കാതെ വേറെ എവിടെയെങ്കിലും ഒക്കെ പോയി കിടന്നിട്ട് പൈസ മാത്രം അയച്ചു കൊടുത്താൽ മതിയല്ലോ, എല്ലാം തീർന്നല്ലോ. ഇതിപ്പോ വേറെ സാധാരണപ്പെട്ടവരായാലും അങ്ങനെ തന്നെ ചെയ്യും. ഇപ്പൊ നമ്മളോട് ഒരു ഫ്രണ്ട് ചോദിക്കുക ഇത്ര രൂപ അയച്ചതാ എന്ന് പറയുമ്പോൾ, ഇത്രയൊക്കെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അയച്ചു കൊടുക്കും. നാളെ അവൻ ചോദിക്കുമ്പോൾ അയച്ചു കൊടുക്കും. പിന്നെ അവനെല്ലാം കൂടെ ഒന്നിച്ചിട്ടായിരിക്കും നമുക്ക് തിരിച്ചു തരുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ക്രീൻഷോട്ട് എല്ലാം കൂടെ വെച്ചോണ്ട് അവൻ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ മാതൃസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിൽ മാത്രമല്ല, അത് ആ ചെറുക്കനെ അനുഭവിക്കണം. അവിടെയാണ് മാതൃസ്നേഹം എന്നുള്ളത് വരേണ്ടത്. അല്ലാതെ ഈ പറയുന്ന സജീന, മറ്റേ ശ്രീതു, നിങ്ങൾക്കും ഇല്ലേ മക്കൾ? നിങ്ങളുടെ മക്കൾക്കും ഇതുപോലെ പൈസ ഇട്ടു കൊടുത്തതിന് അതെ അതെ, അതെല്ലാം നാട്ടുകാരും കാണിച്ചുകൊണ്ട് നടക്കുമോ നിങ്ങൾ? ശേഷം നിങ്ങൾ മാതൃസ്നേഹം ഒന്നും കൊടുക്കാതിരിക്കുന്ന ആൾക്കാരാണോ? വന്ന് ഘോരമായി സംസാരിക്കുന്നത് കൊണ്ട് പറയുന്നതാണ്. അവര് മക്കൾക്ക് പൈസ കൊടുക്കാറില്ല, വേറെ വല്ലതായിരിക്കും കൊടുക്കുന്നത്. അങ്ങനെയല്ലല്ലോ. ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട സ്നേഹം കൊടുക്കത്തില്ലയോ? ഇവിടെ കൊടുക്കാത്തത് കൊണ്ടാണ് കിച്ചു വന്ന് അവിടെ പറഞ്ഞത്. കിച്ചു ഒരിക്കലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചിട്ടില്ല. ഇവിടെ രേണുവാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കാണിച്ചത്. അത് മാത്രമല്ല, കിച്ചു ഈ രേണുവിനെ വിളിക്കുമ്പോഴെല്ലാം ലൗഡ് സ്പീക്കർ ഇട്ട് നിങ്ങളെ കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ ഇവരൊരു തള്ളയല്ല. അവൻ പൈസ ചോദിക്കുന്നത്, മറ്റുള്ളവരെ കേൾപ്പിച്ചു കൊടുക്കുന്നത് ഒരു തള്ളയുടെ ലക്ഷണമല്ല. അതാദ്യം മനസ്സിലാക്കുക കേട്ടോ. പിന്നെ ഈ സുധി മരിച്ച സമയത്ത് ഈ സുധിയുടെ അക്കൗണ്ടിലോട്ടും ഈ ഇവിടെ അക്കൗണ്ടിലോട്ടും ഒക്കെ വന്നത് നല്ല തുക വന്ന് കയറിയിട്ടുണ്ട്. ഒരു 80 ലക്ഷം രൂപയോളം അടുത്ത് തുക വന്നിട്ടുണ്ട്. ഇപ്പൊ വരുന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നല്ല തുക വന്ന് കയറിയിട്ടുണ്ട്. ആ വന്ന തുക പലിശയ്ക്ക് കൊടുത്ത ഒരു കേസ് നാട്ടില് പൊങ്ങന്താനത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട്, പ്ലാന്തോട്ടം ആ ഏരിയയിൽ പറയുന്നുണ്ട്. ഇപ്പോഴും പലിശയ്ക്ക് കൊടുപ്പാണ് അവിടെ എന്നുള്ള കാര്യം പുറത്ത് വന്നുകൊണ്ടിരിപ്പുണ്ട്. പിന്നെ നീ പറയുന്ന രേണുവിന്റെ പല്ല് ഗ്ലൂട്ടാത്തോൺ അങ്ങനെ തുടങ്ങി എല്ലാ ചികിത്സയ്ക്കും നല്ല രീതിയിൽ തന്നെ പൈസ ഇറക്കിയിട്ടുണ്ട്. ഇവിടെ കിച്ചുവിന് ആ എമൗണ്ടിൽ നിന്ന് കൊടുത്തത് ഒരു 80,000 രൂപയുടെ ഒരു വണ്ടി മാത്രമാണ്. ആ വണ്ടി കൊടുത്തത് കിച്ചുവിന്റെ പേരിലല്ല, അത് ആരുടെ പേരിലാണ്? അതായത് ചേട്ടത്തിയുടെ ഭർത്താവിന്റെ പേരിലാണ് ആ ഒരു വണ്ടിയും രജിസ്റ്റർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്, അല്ലാതെ കിച്ചുവിന്റെ പേരിലല്ല. പ്രായപൂർത്തി ആയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം കാര്യങ്ങളുടെ ആ കിടപ്പൊക്കെ മനസ്സിലായല്ലോ. അതെ, കോടികൾ ഇങ്ങ് വാങ്ങിയെടുത്തിട്ട് ചോദിക്കുമ്പോൾ 200, 200, 300 വീതം കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഞാൻ പൈസ കൊടുക്കുന്നു. അതല്ലേ ഉദ്ദേശിച്ചത്? ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ. ഇവിടെയാണ് മാതൃസ്നേഹം എന്ന് പറഞ്ഞ് മാങ്ങാത്തൊലി കാണിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതെ അതെ, മദർ തെരേസയെക്കാളും മുകളിലാണ്, അംബാസഡർ ആക്കാം അമ്മമാരുടെ, ഇതൊക്കെയാണെന്ന് പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ എന്തായാലും കുറച്ച് സ്ക്രീൻഷോട്ടിന്റെ വിഷയമാണ്. പിന്നെ സൈഡിൽ കൂടെ ആരും എടുത്ത് കാണിക്കുന്നുണ്ട്, അതാണെങ്കിൽ 2 ഞാൻ ബാക്കി പറയുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഹൈപ്പ് ബട്ടൺ ഓൺ ആയിട്ടുണ്ട്, വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതിൽ മികച്ച അടിപൊളി വീഡിയോ വരാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് അടിക്കുക. ബൈ ബൈ ഗൈസ്.